അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ യാത്ര സീഷോർ ഫാമിലേക്കാണ് കേട്ടോ. എടതിരിഞ്ഞിയിലുള്ള കാക്കാത്തിരുത്തി അടുത്ത് വരുന്ന സീഷോർ ഫാമിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇതാണ് എൻട്രൻസ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ വലിയൊരു പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല ചെടികളിലൊക്കെ ഇടയിൽ കൂടെ എൻട്രൻസ് ആണ്. അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് വരുന്നത്. പിന്നെ കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ചെടികളൊക്കെ കാണാം. അവിടെ നഴ്സറിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെടിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങാം. പിന്നെ എന്താ ചെറിയ ചെറിയ തടാകങ്ങളൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ കിളിക്കൂടുകളുണ്ട്. അതിൽ കുറേ കുഞ്ഞി കിളികളും ഗിനിക്കോഴികൾ അങ്ങനത്തെയുള്ള കുറച്ച് ബേർഡ്സിൻ്റെ സെഷനുണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ തടാകം കേട്ടോ. അത് ആർട്ടിഫിഷ്യൽ തടാകമാണ്. പിന്നെ കണ്ട നഴ്സറി ഞങ്ങൾ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയില്ല. നഴ്സറിയുടെ പുറം ഭാഗം മാത്രമാണ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താമരയോ അല്ലെങ്കിൽ എന്ത് പ്ലാന്റ്സ് വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതാ റാബിറ്റുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞി റാബിറ്റുകളിൽ. അപ്പോൾ അത് വാങ്ങാനുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം. അങ്ങനെ ഇതാണ് ആർട്ടിഫിഷ്യൽ. ആ തിരക്ക് കാണുന്നത് ബോട്ടിങ് ചെയ്യാനുള്ള തിരക്കിലാണ്. ഇങ്ങനെ കണ്ടോ, ഈ ബോട്ടിങ്ങൊക്കെ ചെയ്യാനുള്ള തിരക്കാണ് കാണുന്നത് അവിടെ. പിന്നെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്. പിന്നെ കുറേ പിള്ളേർക്ക് കളിക്കാനുള്ള ലൈക്കിന് മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു പാലം പോലെ അവർ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ തടാകമാണ് കേട്ടോ അവരുണ്ടാക്കി വെച്ചിട്ടുള്ളത്. സോ അവരൊരു ചെറിയൊരു ഓവർ ബ്രിഡ്ജ് പോലെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അതാ ഓവർ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കാം വെള്ളത്തിലേക്കൊക്കെ. അപ്പോൾ ചെറിയ ചെറിയ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. അങ്ങനെ ഇത് വേറൊരു ടോയാണ് കേട്ടോ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരാൾക്ക് 40 രൂപയാണ് ഒരു ബുള്ള്, ആംഗ്രി ബുൾ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ വീഴാതെ ഇരിക്കണം അങ്ങനെ. പിന്നെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് കാർ റേസിംഗ് ഉണ്ട്. അപ്പോൾ അത് 10 minutes ആണ് അലൗ ചെയ്തിട്ടുള്ള ടൈം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു സീസോൻ്റെ പോലത്തെ വലുതുണ്ട്. ലേക്കിനും നമ്മൾ ഉത്സവപ്പറമ്പിലും അല്ലെങ്കിൽ വീഗാലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്സിലൊക്കെ കാണുമല്ലോ ഇങ്ങനത്തെ വലിയ വഞ്ചി, അതിൻ്റെ വേറൊരു മോഡൽ. പിന്നെ തൊട്ടപ്പുറത്ത് ജെയിൻറ്റ് വീലുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പതുക്കെ നടന്ന് അവിടെ കുറച്ച് ഹോഴ്സും ക്യാമലും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇത് ആനേനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ ഞങ്ങളിത് ആദ്യം പോയത് ക്യാമലിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ക്യാമൽ അവിടെ ഭയങ്കര ക്ഷീണിച്ചിട്ട് ഇരിക്കുകയാണ്. അവർ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഞങ്ങളിത് ഓരോന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അമ്മ ചെറിയ അവിടെ പുല്ലുള്ളത് എടുത്തു കൊടുത്തു. പേടിച്ചിട്ടാണ് കൊടുത്തത്, പക്ഷെ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ശരിക്കും അവിടെ കൊടുക്കാൻ പാടില്ല. എന്നാലും അമ്മയുടെ ഒരു ആഗ്രഹം വെച്ചിട്ട് അമ്മ കൊടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ട്രെയിനാണ് കേട്ടോ. അതായത് നമുക്ക് ഇത് മൊത്തം ചുറ്റി കാണാൻ പറ്റും ട്രെയിൻ. അതിലൊരാൾക്ക് 30 രൂപയാണ് ചാർജ് വരുന്നത്. അങ്ങനെ പിന്നെ അവളാണെന്നുണ്ടെങ്കിൽ മോള് ഒരാളുടെ അടുത്തേക്ക് പോകുന്നില്ല, എൻ്റെ അടുത്ത് തന്നെയായിരുന്നു. എന്താണ് വാശിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ അവളെ ക്യാരി ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ. പട്ടികളുണ്ട് അവിടെ, കുറേ ടൈപ്പ് ഓഫ് പട്ടികൾ. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്, ഫുഡൊക്കെയും കഴിച്ച്. അങ്ങനെ പട്ടികളെയൊക്കെ കാണാൻ പോയി. ഓരോ കൂട്ടിലും ഓരോ ബ്രീഡ്സാണ് ഉള്ളത് കേട്ടോ. പല ടൈപ്പ് ഓഫ് ബ്രീഡ്സ് ഉണ്ട്. പിന്നെ ഇത് ബുള്ള് വലിയൊരു കാളയാണ്. അപ്പോൾ അതിനപ്പുറത്തെ സൈഡിലാണ് ആദ്യം ഇട്ടിരുന്നത്. ഇപ്പോൾ അവർ ഈ പട്ടികളിലേക്ക് ആ ഒരു ഇതിലേക്ക് മാറ്റി, ചേമ്പറിൻ്റെ അവിടേക്ക് മാറ്റി. പിന്നെ കുറേ കോഴികളുണ്ട്. വലിയൊരു ഫാം ഹൗസ് തന്നെയാണല്ലോ, വലുതാട്ടോ, കുറേ സ്ഥലമുണ്ട് അവിടെ. എന്തായാലും ജസ്റ്റ് ഒരു 1 day മസ്റ്റ് വിസിറ്റാണ്. ചെറിയൊരു ട്രിപ്പ് പോലെ. നല്ല രസമാണ്, എല്ലാം കണ്ട് ആസ്വദിച്ച് വരാം. അങ്ങനെ കണ്ട കുറേ കോഴികൾ. പിന്നെ ഏറ്റവും അറ്റത്തായിട്ട് യമൂന് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ ബാമ്പു പ്ലാന്റ്സും. അതിന് മൊത്തം ചുറ്റും ഇങ്ങനെ തടാകമാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങളിതാ തിരിച്ചു പോയി. പിന്നെ ചെറിയ മഴയൊക്കെ പെയ്തുകൊണ്ട് ചെറിയ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ എല്ലായിടത്തേക്കും കൂടെ കറങ്ങുന്ന കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവളെ പിന്നെ അതേ അപ്പച്ചനെടുത്തു. അപ്പോൾ പിന്നെ അവൾ ഹാപ്പിയായി. അപ്പച്ചൻ ഇങ്ങനെ തോളിൽ വെച്ചിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ അപ്പച്ചൻ്റെ കണ്ണാട പിടിച്ച് വലിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഐസ്ക്രീമും പഴംപൊരിയും ഒക്കെ വാങ്ങിച്ച് കഴിച്ച്. പിന്നെ അപ്പോഴത്തേന് ഇരുട്ടായി. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലേറ്റായി അവിടെ എത്തിയപ്പോഴേ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് നേരെ നടന്ന് പാർക്കിലേക്ക് അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല കേട്ടോ. മുമ്പൊക്കെ പോയിരുന്നു ബോട്ടിങ്ങിൽ, പിന്നെ പോയില്ല. പിന്നെ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് പാർക്കിൽ കളിക്കാൻ പറ്റില്ല. അവിടെ 7:30 വരെ സമയമുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ ഫുൾ മൂണാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പാർക്കിലേക്ക് പോയത്.
പാർക്ക് നല്ല നല്ല എൻട്രൻസ് ആണ്, ലൈക്ക് നല്ല എലിഫൻ്റൊക്കെ വെച്ചിട്ട് നല്ല രസമാണ് കാണാൻ. പിന്നെ വൈകുന്നേരം പിന്നെ ഫുൾ ഗ്രീനറീസാണ് ഉള്ളിൽ, കുറേ ചെടികളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അവിടെ എൻട്രൻസ് ഫീസ് ഒന്നുമില്ല. ഈ ഹോസിൽ അതുപോലെ തന്നെ ആങ്കറിബിൾ അങ്ങനെ ഇതിലൊക്കെ കയറണം, മെഷീൻസിലും ഇതിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഫീ കൊടുക്കുള്ളൂ. പാർക്കിലേക്കും ഫ്രീ ആണ്. അങ്ങനെ ഞാനും പെങ്ങളും എല്ലാവരും നമ്മുടെ സ്ലൈഡിൽ ഒഴുകുമായിരുന്നു. അപ്പോൾ ചെറുതിന് പേടിയായിരുന്നു മിഞ്ചൂസിന്. പിന്നെ പൊന്നൂസിന് ആദ്യം ചെറിയ പേടിയായിരുന്നു, പക്ഷെ അവൾ പിന്നെ അത് ആയിപ്പോയി. പിന്നെ മിഞ്ചൂസിന് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ടാണ് എല്ലാവരും ഒഴുകിയത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ നമുക്ക് അഡൽട്സിനായാലും ഇഴുകാൻ പറ്റും. ലൈക്ക് മറ്റേ മരത്തോണ്ട് സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അവർ. അപ്പോൾ നമ്മൾ എത്ര വെയിറ്റ് വേണമെങ്കിലും താങ്ങും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ചെറിയൊരു ഇതിലാണ്, അത് അമ്മ അടക്കം മുഴുകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെറിയ ഇതിലാണ് ആദ്യം പോയിട്ട്, അതായത് നമുക്ക് പേടിയാണല്ലോ ഏറ്റവും വലുതിൽ ആദ്യം പോയി. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടാണ് ആദ്യം ട്രൈ ചെയ്തത്. പിന്നെ അതിൽ കുറച്ചും കൂടി വലിയ ഇതിൽ ട്രൈ ചെയ്തു, സ്ലൈഡിൽ ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ അതിൽ കയറിയപ്പം ഉണ്ണിക്ക് ചെറിയ പേടിയായിരുന്നു എഴുകാനായിട്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ മിഞ്ചൂസിനെയാണ് വിട്ടത്. പക്ഷെ മിഞ്ചൂസിന് പേടിയായിട്ട് അവളിങ്ങനെ സ്റ്റക്കായി കിടക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിച്ച് കൊണ്ടുവന്നതാണ്. ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു, ഒന്നിനും സമ്മതിക്കണേ ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് ആൾ ഓക്കെ ആയി. പക്ഷെ അപ്പോഴത്തേനും നമ്മൾക്ക് പോകേണ്ട സമയമായി. പിന്നെ കഴിഞ്ഞപ്പോൾ ഉണ്ണി എഴുകി നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പള്ളിയിലേക്ക് പോയിട്ടാണ്. അവിടെ മാതാവിൻ്റെ എന്തോ തിരുനാളിൻ്റെ എന്തോ സംഭവമാണ്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ പോയി. അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഈ നാടൻ പാട്ട് പോലത്തെ എന്തോ നടക്കണം, ഓണത്തിൻ്റെ ടൈമല്ലേ. അപ്പോൾ നാടൻ പാട്ട് പോലത്തെ കുറച്ച് ടീമുകളൊക്കെ വന്നിട്ട് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി അതെല്ലാം ആസ്വദിച്ച്. അപ്പോൾ പിന്നെ അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ല എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അവരുടെ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി അങ്ങോട്ടേക്കും പോയി നേരെ വീട്ടിലേക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയി നല്ല ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ ഫുൾ ക്ഷീണിതമായിരുന്നു. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.